ഗുഡ് ഈവനിങ്. സങ്കീർത്തനങ്ങൾ 112 അധ്യായം 2 വാക്യം. അവൻ്റെ സന്തതി ഭൂമിയെ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നതന്നെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ കൽപ്പനകളിൽ പ്രമാണിച്ച് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവഭക്തിയിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയും. വെറും പൊന്നും മറ്റ് ധനങ്ങളുമല്ല ഉദ്ദേശിച്ചത്. സമാധാനം, ദൈവത്തിൻ്റെ കൃപ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഇന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വളരെ വേഗത്തിലോടുന്ന ഒരു ലോകമാണ്. ദൈവത്തെ ധ്യാനിക്കുവാനോ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവരോ വളരെ ചുരുക്കമാണ്. എൻ്റെ കൂടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും അതിന് സമയം കിട്ടുന്നില്ല. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിൽ ഉണ്ടാകും. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും. സമാധാനം, സന്തോഷം എല്ലാം ലഭിക്കും. ഇനി അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്നുകൂടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നടക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു നന്മയ്ക്കും കുറവ് കർത്താവ് ഉണ്ടാക്കിയില്ല. അതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവെ തന്ന ഒരു പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതോടുകൂടെ സകലതും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യും. നീ കേൾക്കുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.